ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. ഇറ്റ്സ് മീ അൻസാർ. വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചാൽ ഹൗസ് വാമിംഗ് കഴിയുമ്പോഴേക്ക് നല്ല ഫ്രൂട്ട്സ് പറിക്കാൻ പറ്റും. അതുമാത്രമല്ല, സാധാരണ എല്ലാവരും ഹൗസ് വാമിങ്ങിൻ്റെ അടുപ്പിച്ച് വലിയ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങി നട്ടുപിടിപ്പിക്കാൻ നോക്കും. വലിയ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല വില ആ സമയത്ത് കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ചെറിയ പ്ലാന്റ്സ് വാങ്ങി ആദ്യമേ നട്ടുപിടിപ്പിക്കുന്നതാണ്. ഞങ്ങൾ നട്ടുപിടിപ്പിച്ച കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. തറയുടെ പണി കഴിഞ്ഞ ഉടനെ തറ മണ്ണിട്ട് നികത്തുമ്പോൾ ഇതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻ ചെയ്താൽ തറയ്ക്ക് ഇടാനുള്ള മണ്ണുമായി അവിടെ നല്ല ഫ്രൂട്ട്സ് വെച്ച് പിടിപ്പിക്കാനും പറ്റും. എൻ്റെ ബ്രദറിൻ്റെ ഐഡിയ ആയിരുന്നു ഇത്. പക്ഷേ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചത് വളരെ അടുത്തായി പോയി. അത്യാവശ്യം അകലം വെച്ച് പ്ലാന്റ്സ് നടണം. വലുതാവുമ്പോൾ ഒന്നിൻ്റെ ഇല അടുത്തതിൻ്റെ മേലെ തട്ടാൻ പാടില്ല. ഇതുപോലെ പ്ലാന്റ്സ് ആദ്യം നടുമ്പോൾ നല്ല അകലം തോന്നിച്ചെങ്കിലും വളർന്നപ്പോൾ കാട് പോലെയായി. ഇതാണ് അബിയു. നട്ടതിൽ ഈ പ്ലാന്റ്സ് മാത്രമാണ് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുള്ളത്. ഇളനീരിൻ്റെയും സപ്പോട്ടയുടെയും ലിച്ചി ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ചേർന്ന ഒരു ടേസ്റ്റാണ് ഇതിനെനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് സന്തോൾ. നടുമ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇങ്ങനെയായി. ഇത് ലോങ്കൻ. ഇപ്പോൾ ഇങ്ങനെയായി. കെപ്പൽ ഫ്രൂട്ട്. ഇത് കഴിച്ചാൽ വിയർപ്പിന് സുഗന്ധമാണ് എന്നാണ് പറയുന്നത്. ഇത് ഗ്യാബ് ഫ്രൂട്ട്. ഇപ്പോൾ ഇത്രയായി. ഇത് ഓൾ സീസൺ മാംഗോ. പേര് പോലെ തന്നെ എല്ലാ സീസണിലും മാങ്ങ ഉണ്ടാവും. വലിയ മരമൊന്നും ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് മാപ്രാങ്. ഇപ്പോൾ ഇതുപോലെയായി. ഇത് അച്ചാച്ചയോ. കുഴിച്ചിട്ട പോലെ തന്നെ ഉണ്ട്, വലുതാവുന്നില്ല. ഇത് മട്ടോവ. കുഴിച്ചിടുമ്പോഴുള്ള ഫോട്ടോ ഇല്ല, വലിയ മരമായിട്ടുണ്ട്. ഇതുവരെ കായ് ഉണ്ടായിട്ടില്ല. ഫ്രൂട്ട്സ് ഉണ്ടായാൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. ഇത് ബറാബ. കുഴിച്ചിട്ട പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇതും വലുതാവുന്നില്ല. കുറച്ച് ഫാക്റ്റ് ആൻഡ് ഫോഴ്സൊക്കെ ഇട്ട് നോക്കി, പക്ഷേ വലിയൊരു മാറ്റമൊന്നുമില്ല.